अशहदु अल्ला इलाहा इल्ला दिनका अशहदु अल्ला इलाहा इल्ला दिनका अशहदु अन्ना मितुमु या रसूलु दिनका अन्ना मितुमु या रसूलु दिनका സാറിന്റെ വീഡിയോസ് ഞാൻ കുറച്ച് റീസെന്റ് ആയിട്ട് കാണാൻ തുടങ്ങിയത്. കുത്തിയിരുന്നിട്ട് ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇതിൽ കൂടുതൽ സന്തോഷമൊന്നും വേലായുധൻ ആഗ്രഹിച്ചിട്ടില്ല കേളപ്പെട്ട. അത്യാവശ്യം ബിലീവ് ഉള്ള ഒരാളായിരുന്നു, വിശ്വാസിയായിരുന്നു. പക്ഷെ അതിന്റെ വീഡിയോസ് കണ്ടപ്പോഴത്തേനും കുറെ ചേഞ്ചസ് ഇങ്ങനെ വരാൻ തുടങ്ങി. നാളെ മുതൽ നീ പണിക്ക് വരണ്ട. അതിന് ഞാനും ചെയ്തില്ല. അതെ, നീ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ എന്തിനാണ് പിന്നെ നിനക്ക് തച്ച് കാച്ചു തന്നത്? ഇപ്പൊ എവിടെ എത്തി നിക്കുന്നു വെച്ചാൽ ഇപ്പൊ ഫാമിലി ആയിട്ട് ചെറിയൊരു കോൺവെർസേഷൻ, ഒരു കോൺഫ്ലിക്ട്സിൽ നിക്കാണ് ഇപ്പൊ. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറയാറുള്ളത് കേട്ടില്ലേ? നമ്മൾ ഇതൊക്കെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ വലിയ വർത്താനൊന്നും പറയരുതെന്ന് നമ്മൾ പറയാറില്ല. സംഗതി ഒരു പറ്റുപറ്റിയെന്നുള്ള നേരാ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനിയിപ്പോ ഇതാരും അറിയണ്ട. കോളിലൂടെയുള്ള കോണ്ടാക്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ രാത്രി ഇപ്പൊ വീട്ടിൽ നിന്ന് ഉമ്മ വിളിച്ചിട്ട് നമസ്കരിച്ചോ അല്ലെങ്കിൽ യാസീൻ ഓതിയോ എന്നൊക്കെ ചോദിക്കുമ്പോ ആ മൂളി വിട്ടിട്ട് പെട്ടെന്ന് ഒരു ദിവസം എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, നിസ്കരിച്ചോന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല. പുതു ആള് എവിടെ നിൽക്കാൻ പാரு. ഒരു 5 മിനിറ്റ് നമസ്കരിക്കാനും യാസീൻ ഓതാനും നിനക്ക് സമയമില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് 5 മിനിറ്റ് കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇതല്ലാതെ. അത് വലിയൊരു പോയിന്റ് അല്ലടോ. ഇത്രയും തന്റെ ഉള്ള സ്ത്രീകൾ ലോകത്തുണ്ടോ വക്കീലെ? ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അവരുടെ പഴയ ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ ഞാൻ തോന്നും അത് വെച്ചിട്ടാണ് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ അപ്പൊ ചോദിച്ചു, നിങ്ങൾ പഴയ ഫോട്ടോസിനകത്തൊക്കെ നിങ്ങളൊന്നും തട്ടോ ഇടാതെ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ, അതിപ്പോ എന്നിട്ട് ഇപ്പൊ വിശ്വാസം കൂടിയപ്പോ എന്തിനാ ബാക്കിയുള്ളവർ ഉപദേശിക്കാൻ വരുന്നതൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോ ഇങ്ങനൊന്നും എന്നോട് സംസാരിക്കില്ലേ വേഗം. അപ്പച്ചന്റെ മോൾ ഇവിടം വരെ വളർന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നിന്റെ വലിയേട്ടന്റെ ചോക്ലേറ്റിന് അപ്പച്ചന്റെ ജീവനേക്കാ മധുരം ഉണ്ടായിരുന്നല്ലേ. പഠിക്കാൻ ദൂരൊക്കെ വിടുന്നത് ഭയങ്കര തെറ്റാ. ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടണമെങ്കിൽ ജീൻസ് ഒക്കെ ഇട്ടോട്ട് പുറത്തു പോകുമ്പോ എന്തായത് ജീൻസ് ഒക്കെ ഇട്ടിട്ട് പോകുന്നത് പണ്ട് അവര് തന്നെ ശീലിപ്പിച്ചതാണ്. അതപ്പോ എന്നാ ഇതിപ്പോ നീ നിനക്കിഷ്ടമുള്ള ജീവിക്കാറുമാനെ, മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ള ജീവിക്കട്ടെ. ഇതിപ്പോ നമ്മള് ഇപ്പൊ ഈ പേരൊക്കെ പറഞ്ഞ് സ്ഥലമൊക്കെ പറഞ്ഞ് അതൊക്കെ പുറത്തറിയുമ്പോ ബുദ്ധിമുട്ടാവോ? ആക്ച്വലി എനിക്ക് ആ സാധനം വേണം. മറ്റേ ഫേക്ക് ആയിട്ട് നിക്കണമെന്ന് എനിക്ക് തീരെ താല്പര്യമില്ല. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? ധീരക്കൾ പല പ്രാവശ്യം മരിക്കും, ധീരന്മാർ ഒരിക്കലേ മരിക്കൂ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. തുടങ്ങിയിട്ടുള്ളൂ, ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. നമ്മൾ ഈ ഒളിച്ചും ഭാഗത്ത് നിൽക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഇത് അവർക്ക് ഒരു പ്രചോദനമാണ്. അതുകൊണ്ട് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങിയത്. കാര്യം എന്ന് വെച്ചാൽ എത്രയും ഫേക്ക് ആയിട്ട് നിൽക്കണോ അത്രത്തോളം നമ്മളെ തന്നെ സപ്രസ് ചെയ്യല്ലേ. അതാണ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇതാ പെണ്ണ് ഇത്രയും നാൾ കണ്ടതല്ല ശവങ്ങളായിരുന്നു. സ്ത്രീകൾ എന്തുകൊണ്ട് ബുർക്ക ധരിക്കണം അല്ലെങ്കിൽ എന്തിന് ശരീരം മറിക്കണം എന്നൊക്കെ പറയുമ്പോൾ മറ്റേ പുരുഷന്റെ ടെമ്പറേച്ചർ സ്ത്രീകളെക്കാട്ടിലും കൂടുതലാണ്. സോ സ്ത്രീകളെ കാണുമ്പോൾ അട്രാക്ഷൻ തോന്നും എന്നൊക്കെ പറയില്ലേ. താനൊന്നും വിചാരിച്ചോടോ? സത്യം, അത് എന്റെ വിവരക്കേടുണ്ടോ? നാണമുണ്ടോ പോത്തെ? തനിക്ക് നാണമുണ്ടോ? അല്ല, ഞാൻ പുരുഷന്മാരെ മൊത്തം അവമാനിക്കാണ്ട് തന്നെ പോലെ ഒറ്റ മതിയല്ലോ. അടിമ സ്ത്രീക്ക് ബുർക്ക ഉണ്ടോ? ഇല്ല. അപ്പൊ അടിമ സ്ത്രീ എന്താ സ്ത്രീയല്ലേ? ടെമ്പറേച്ചർ കൂടുതലില്ലേ? അപ്പൊ ഇവര് പറയുന്നത് ഇത് എംപവർമെന്റ് ആണ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ആണ് ശാസ്ത്രമാണ് എന്നൊക്കെ പറയുമ്പോ ഒറ്റ ചോദ്യം തിരിച്ചുള്ളൂ, അതെന്തുകൊണ്ട് അടിമ സ്ത്രീക്കില്ല? അപ്പൊ ഇവര് പറയാം അടിമ സ്ത്രീ എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ ഇല്ല എന്ന് പറയാം. അപ്പൊ ഹദീസ് എടുത്ത് കാണിച്ചു കൊടുക്കാം. അടിമ സ്ത്രീ ഹിജാബ് ഇട്ട് നടന്നപ്പോ അത് തല്ലി താഴെ ഇടിക്കുകയാണ് ചെയ്തത്. അത് അപ്പൊ തോന്നിയ ഒരു ബുദ്ധിയല്ല, തെമ്മാടിത്തരം. ഇതാണ് നിന്റെയൊക്കെ സംസ്കാരം. ഇതാർക്കും അറിയില്ല, ഇത് വിശ്വാസികൾക്കാർക്കും അറിയില്ല. നമുക്ക് അറിയില്ല. ഞാൻ മദ്രസകളിൽ ഇങ്ങനെയുള്ള സാധനം ഒന്നും പഠിപ്പിക്കില്ലല്ലോ. അവിടെ മറ്റേ വെളുപ്പിക്കുന്ന സാധനങ്ങൾ മാത്രമല്ലേ പഠിപ്പിക്കത്തുള്ളൂ. കാര്യം നമ്മളെ ഈ മറ്റേ ഈ വിശ്വാസം എന്ന് പറയുന്ന സാധനം കുഞ്ഞുനാളിലെ സ്പൂൺ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്രയും ഡീപ്പായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് അവിടെ നമുക്ക് നഷ്ടമാണ് ചെയ്യുക. പൊട്ടന്റെ മുമ്പിൽ ശങ്കൂതണമാതിരി ഞാൻ ഈ കാര്യം പറയാൻ തുടങ്ങിയത് വർഷം കുറയായി. അപ്പോ ഒരു പ്രായം എത്തിക്കഴിഞ്ഞിട്ട് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പൊട്ടത്തരങ്ങളാ വിശ്വസിച്ചുകൊണ്ടിരുന്നത് എന്ന് തോന്നിപ്പോവും. ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവാണ്. എന്തേ? ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. എങ്ങനെ? സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ.
എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.